5 തവണയായി തുടർച്ചയായി വി.ഡി. സതീശൻ വിജയിച്ചുകൊണ്ടിരുന്ന പറവൂർ സീറ്റ് പിടിച്ചെടുത്ത് CPM. പറവൂർ സീറ്റ് ഇപ്പോൾ CPIക്കാണ്. പക്ഷേ CPI പഠിച്ച പണി 18 നോക്കിയിട്ടും വി.ഡി. സതീശനെ തോൽപ്പിക്കാൻ ആയിട്ടില്ല. സാക്ഷാൽ പന്നിൻ രവീന്ദ്രനെ തന്നെ ഇറക്കി നോക്കിയിട്ടും വി.ഡി. സതീശൻ ജയിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ പറവൂർ സീറ്റ് പിടിച്ചെടുക്കാൻ CPM തീരുമാനിച്ചു. പറവൂർ സീറ്റ് പിടിച്ചെടുത്ത് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനാണ് CPMന്റെ തീരുമാനം. വി.ഡി. സതീശനെ അട്ടിമറിക്കുക, അതാണ് CPM ലക്ഷ്യമാക്കുന്നത്. പറവൂർ ഒരു കാലത്ത് CPIയുടെ വലിയ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. CPI സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്ന സ്ഥലം. 1982 മുതൽ പറവൂർ CPIയുടെ സീറ്റാണ്. എന്നാൽ വി.ഡി. സതീശൻ വന്ന ശേഷം പറവൂരിൽ CPI കച്ചി തൊട്ടിട്ടില്ല, പച്ച പിടിച്ചിട്ടില്ല. വെറുതെ ഒരു മത്സരം കാഴ്ചവെക്കുന്നു, തോറ്റു മടങ്ങുന്നു. ഇതാണ് പറവൂരിൽ സ്ഥിരമായി CPI ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പറവൂർ സീറ്റ് CPM പിടിച്ചെടുക്കാൻ ആലോചിക്കുന്നതും CPIയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, എറണാകുളത്തെ CPM നേതാവ്, യുവ നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാറിനെ പറവൂരിൽ മത്സരിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. S. ശർമ്മ അടക്കമുള്ള ശക്തരായ നേതാക്കൾ പറവൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ജനപ്രിയ നേതാക്കളാണ്. CPM സീറ്റ് ഏറ്റെടുത്താൽ CPM പ്രവർത്തകർ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കും എന്നൊരു വിശ്വാസവും CPMനുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ സ്ഥാനാർത്ഥിയായി വന്നാൽ സതീശനെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്ന വിശ്വാസം CPMനുണ്ട്. CPIയെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നേർച്ചക്കോഴികളെ പോലെ സ്ഥാനാർത്ഥിയിട്ട് തോൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 5 വർഷമായി സതീശന് കാര്യമായ ഒരു എതിർപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ സതീശന് കാര്യമായ ഒരു വെല്ലുവിളി ഉണ്ടാക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും CPIക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറവൂർ സീറ്റ് സതീശൻ അപ്രമാദിത്വത്തോടെ വീണ്ടും വിജയിച്ചു കയറും എന്ന് CPI പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും പറവൂരിൽ ശക്തമായ ഒരു മത്സരം CPM കാഴ്ചവെക്കും എന്നത് ഉറപ്പാണ്. പന്നിൻ രവീന്ദ്രൻ മത്സരിച്ചിട്ട് പോലും ജയിക്കാത്ത പറവൂരിൽ CPIയുടെ ഏത് നേതാവ് നിന്നാലും ജയിക്കില്ല എന്ന വിശ്വാസം ഇപ്പോൾ CPIയോട് പറഞ്ഞു കഴിഞ്ഞു. എന്ന വിശ്വാസമല്ല, എന്ന സത്യം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സതീശനെ അട്ടിമറിക്കാൻ അഡ്വക്കേറ്റ് KS അരുൺകുമാറിനെ നിയോഗിച്ചിരിക്കുകയാണ് CPM. അഡ്വക്കേറ്റ് KS അരുൺകുമാർ എറണാകുളത്തെ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മാത്രമല്ല CITയുടെ സംസ്ഥാന സമിതി അംഗമാണ്. എറണാകുളത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമാണ്. അദ്ദേഹമാണ് CPMന് വേണ്ടി പറവൂർ പിടിച്ചെടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. CPIക്കും പറവൂർ വിട്ടുകൊടുക്കുന്നതിൽ വലിയ വിഷമമൊന്നുമില്ല. കാരണം അവിടെ അവർ മത്സരിച്ചാലും തോൽക്കും. പുറത്തു നിന്ന് ആൾക്കാരെ ഇറക്കേണ്ട ഗതികേട്. പറവൂരിൽ CPIക്കാരും കുറവാണ്. CPI മത്സരിക്കുമ്പോൾ പൊതുവെ CPM പ്രവർത്തകർ സപ്പോർട്ട് കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ സതീശൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോകുന്ന കാഴ്ചയാണ് കാലാകാലങ്ങളായി കാണുന്നത്. 5 തവണത്തെ സതീശന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ അഡ്വക്കേറ്റ് KS അരുൺകുമാറിനെ CPM നിയോഗിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് അത്ര ഈസിയാണ്.